S25 തന്നെ ഇന്ത്യൻ വേർഷൻ വേണ്ടുന്നക്ക് 1850 ദിറംസിന് കൊടുക്കാൻ പറ്റും. 26 അൾട്ര 256 GB നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് പറയുന്ന പോലെ നിങ്ങൾ കയ്യിൽ പഴയ ഏതെങ്കിലും ഫോൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ടാബി തമാര നിങ്ങൾക്ക് EMI വെച്ചിട്ട് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതുപോലെ തന്നെ ഓൾ ഓവർ UAE ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ എവിടുന്നാണോ ലൊക്കേഷൻ അവിടെ വിത്തിൻ 24 hours നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. ചെന്നൈ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വേർഷൻ ആണ്. ഇത് നമുക്ക് സിം ഇടാൻ പറ്റില്ല. ഇതിൽ സിം ഇടാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 17 Pro 256 GB നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. ഇവിടെ നമുക്ക് എല്ലാ മാക്ബുക്ക് മോഡൽസ് ഉണ്ട്. എല്ലാ മോഡൽസ് അവൈലബിൾ ആണ്. M1 13 ഇഞ്ച് 8GB RAM 256GB SSD വരുന്നത്. ഇതിൽ നമുക്ക് 7 Pro മുതൽ നമുക്ക് പറയാം. Pixel 7 Pro വേണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. ഹലോ മച്ചാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ അതേപോലെ തന്നെ ഗൂഗിൾ പിക്സലിൻ്റെയൊക്കെ ഡെയിലി പറയുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ കഴിഞ്ഞ കളി ബ്രസീൽ ജയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതാ ടീം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ ഇന്ന് ഇവിടെ മാക്ബുക്ക് എയർ വരെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. അതുകൂടാതെ നമ്മുടെ ഗൂഗിൾ പിക്സൽ കാര്യങ്ങൾ അതുകൊണ്ട്. അപ്പം നെതറാൻ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. നമ്മളെല്ലാ മോഡൽസിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏത് കൺട്രീൻ്റെ ഫോണാണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരെ കോൺടാക്ട് ചെയ്തിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബർദുബായ് അൽഫ ഹദീസ് സ്ട്രീറ്റിൽ ഐഗാഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവരെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഓവർ പറഞ്ഞു നേടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ നോയ്സ് കാര്യങ്ങളുണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖം. നമ്മൾ ഇന്നലത്തെ കളി കണ്ടില്ലേ? ഇന്നലത്തെ കളി അടിപൊളിയല്ലേ? വിനീഷ്യസ് ജൂനിയർ 2 ഗോളെല്ലാം അടിച്ച് തകർത്ത്. ഞങ്ങൾ തകർപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തകർക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് എന്ന് തുടങ്ങണ്ടേ? പിന്നെ നമുക്ക് സാംസങ് തന്നെ തുടങ്ങാം. സാംസങ് S25 അൾട്രാ സീരീസ് എന്ന് തുടങ്ങാം. S25 അൾട്രാ 256 GB TDR വേർഷൻ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. ഇതിന് 12GB RAM 256 GB ആണ് സ്റ്റോറേജ് വരുന്നത്. ഇതിന് നമുക്ക് ബെസ്റ്റ് റേറ്റ് 2900 കൊടുക്കാം. ഓക്കെ, ഈ സാംസങ് ഒക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ TDR ആണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടില്ലേ TDR. ഈ TDR എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ദുബായിന്റെ പ്രൊഡക്റ്റിനാണ് നമ്മൾ TDR എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങൾ നാട്ടിൽ കിട്ടും. ഇവിടെ വാറണ്ടി കാര്യങ്ങൾ കിട്ടും. നാട്ടിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടൂല. പിന്നെ നിങ്ങൾ ഇവിടുന്ന് വാങ്ങി പോകുന്നവർ നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് നാട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കമന്റ് ആണ്, ഇത് നാട്ടിൽ സിം വർക്ക് ചെയ്യുമോ എന്നുള്ളത്. ഇതിൽ സിം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഏത് സ്പെക്ക് എടുക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോക്ക് ആണ്. ഇത് ഒഫീഷ്യൽ സാംസങ് TDR എന്ന് പറയുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒഫീഷ്യൽ. ഇപ്പൊ നിങ്ങൾ UAE സാംസങ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർ TDR മാത്രമേ സെയിൽ ചെയ്യൂ. അതാണ് ദുബായിൽ അപ്രൂവൽ ചെയ്ത ഫോണാണ് TDR. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് ഓൾ ഓവർ വേൾഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിം ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡുവൽ സിം ആണ് ഇതിൽ വരുന്നത്. ഡുവൽ ഫിസിക്കൽ സിം അല്ലെങ്കിൽ ഒരു 1 ഫിസിക്കൽ 1 eSIM ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സിം കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇതിന്റെ 512 പ്രൈസ് എങ്ങനെയാണ്? 512 GB ആണെങ്കിൽ 3250 dirhams 3250. 3250. 1 TB ആണെങ്കിൽ 1 TBന്റെ പ്രൈസ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെയ്തു തരാം. ഓക്കെ, ഇനി നമുക്ക് S26 അൾട്ര. അതിന് മുന്നേ നമ്മൾ S25 സീരീസ് പറയണം. അതിന്റെ പ്രൈസ് S25 വേണമെന്നാക്കി അതും കിട്ടും. S25 256 GB TDR വേർഷൻ വേണമെന്നാക്കി 2400 dirhamsന് കൊടുക്കാം. 2400 dirhamsന് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് S25 തന്നെ ഇന്ത്യൻ വേർഷൻ വേണമെന്നാക്കി 1850 dirhamsന് കൊടുക്കാൻ പറ്റും. 1850 dirhamsന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ S26 അൾട്ര. S26 അൾട്ര 256 GB നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത 3200 dirhams ആണ്. നമുക്ക് അതിലും പ്രൈസ് കുറച്ചിട്ട് 3150 3150 dirhamsന് S26 അൾട്ര 12GB RAM 256 GB അതും TDR വേർഷൻ ആണ്. പിന്നെ ഞാൻ എപ്പോഴും വേറൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോ ഇതിപ്പോ 50 dirhams കുറഞ്ഞല്ലോ, ചിലപ്പോൾ അതേപോലെ തന്നെ 50 dirhams ചിലതിൽ കൂടും, ചിലതിൽ 100 dirhams കുറയും. അപ്പൊ നമുക്ക് എല്ലാ ആഴ്ചയിലും പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഡേ ബൈ ഡേ പ്രൈസ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല. ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് ആയിരിക്കും. നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, പ്രൈസ് ഒന്ന് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ടൈമിൽ ലൊക്കേഷൻ കാര്യങ്ങൾ ചോദിക്കുന്ന ടൈമിൽ പ്രൈസും കൂടി ഒന്ന് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ് റേറ്റ് അതേപോലെ കറൻസിന്റെ മൂല്യം കുറയുന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്തായാലും ചോദിക്കാറുണ്ട്, പ്രൈസ് കൂടി കുറയുന്ന പറയുമ്പോൾ ഇതെന്താ ഗോൾഡ് ആണോ? ചില ഗോൾഡ് പോലെ തന്നെയാണ് ഇത്. ഇവിടെ അതായത് സാംസങ്ങിന്റെ ഹൈ എൻഡ് മോഡലും
അതുപോലെ തന്നെ ഐഫോണും കാര്യങ്ങളിൽ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും. പ്രൈസ് നല്ല വേരിയേഷൻ ഉണ്ടാവും. നാട്ടിലെ പ്രൈസും ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 30,000-40,000 റുപ്പീസിന്റെ ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക. പ്രൈസ് കുറഞ്ഞ ടൈം ആണെങ്കിൽ നേരെ നോക്കാതെ എടുക്കുക. ഇപ്പൊ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് S26 Ultra 256 GB കിട്ടുന്നത്. അപ്പൊ എടുക്കാനുള്ളവർ പെട്ടെന്ന് എടുക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത അതിന്റെ 512 GB. അടുത്ത S26 Ultra 512 GB ആണെങ്കിൽ നമുക്ക് 4,000 ദിറംസിന് കൊടുക്കാം. 4,000 ദിറംസിന് S26 Ultra 12 GB RAM 512 GB TDRI വേർഷൻ. ഓക്കെ, അടുത്ത നമുക്ക് 1 TB പറയണ്ട. 1 TBൻ്റെതും റേറ്റ് 1 TB അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെ എടുക്കാറുള്ളൂ. സ്റ്റോറേജ് ആവശ്യമുള്ളവർ എടുക്കല്ലേ? അതെ അതെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ S26 ഉണ്ട്. അപ്പോൾ ഇതിൽ S26 കൊണ്ടുവന്നാക്കി S26 ഉണ്ട് 256 GB 2,650 ദിറംസ് നമുക്ക് കൊടുക്കാം. 2650. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിന്റെ നമുക്ക് ഫോൾഡ് ഉണ്ടോ? ഇതിൽ ഫോൾഡ് 7 ഉണ്ട്. ഫോൾഡ് 7 കൊണ്ടുവന്നാക്കി നമുക്ക് 4,850 ദിറംസിന് കൊടുക്കാം. 4,850 ദിറംസിന് ഫോൾഡ് 7 256 GB കൊടുക്കാം. ഓക്കെ ഓക്കെ, അത് നമ്മൾ 512 ഉണ്ട്. അതിൽ 512 GB കൊണ്ടുവന്നാക്കി 5,850 വരും. 1,000 ദിറംസിന്റെ ഡിഫറൻറ്റ് വരും. ഓക്കെ, എല്ലാം TDR വേർഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിന്റെ ബേസ് മോഡൽ A56 A57 അതെല്ലാം അവൈലബിൾ ആണ്. ബേസ് മോഡൽ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നുണ്ട് A57 A56 A56 GB 256 GB കൊണ്ട് കൊണ്ടുവന്നാക്കി നമുക്ക് 1,200 ദിറംസിന് കൊടുക്കാം. 1,200 ദിറംസ് TDR വേർഷൻ. A57 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,450 ദിറംസിന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആക്കിയിട്ട് 1,400 കൊടുക്കാം. സ്പെഷ്യൽ പ്രൈസ് ആയിക്കോട്ടെ. 1,400 ദിറംസിന് A57 256 GB. ഓക്കെ, അത് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. അത് നല്ല സ്റ്റൈലും ഫോണാണ്. 50 ദിറംസ് കൂടി കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഐഫോണിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ സാംസങ്ങിന്റെ നമ്മൾ എപ്പം പറയുന്ന പോലെ നിങ്ങളെ കയ്യിൽ പഴയ ഏതെങ്കിലും ഫോൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ നല്ല കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫോൺ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നമുക്ക് ഫോണിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും പ്രൈസ് കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടാബി, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ടാബി തമാര നിങ്ങൾക്ക് EMI വെച്ചിട്ട് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് റെഡി ക്യാഷ് കൊടുത്തെടുക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തെടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ. ഓൾ ഓവർ UAE ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എവിടുന്നാണോ ലൊക്കേഷൻ അവിടെ നിന്ന് ഇപ്പോൾ റാസൽ കെയിം അതുപോലെ ഫുജേറ അൽഗൈൻ അങ്ങനെ ദൂരെയുള്ള ആൾക്കാർക്ക് ഇങ്ങ് വരുന്നതിനേക്കാൾ ബെസ്റ്റ് അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. വിത്തിൻ 24 hours നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. നിങ്ങൾക്ക് ഫോണിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വാട്സാപ്പിൽ തന്നെ അതെല്ലാം അയച്ചു തരും. ഡീറ്റെയിൽസ് TDR വേർഷൻ ആണ് ഇത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനില്ല. ജസ്റ്റ് അഥവാ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഗൂഗിൾ വരണോ ഐഫോൺ വരണോ? നമുക്ക് ഐഫോണിലേക്ക് പോവാം. ഐഫോൺ പറഞ്ഞിട്ട് ലാസ്റ്റ് ഗൂഗിളിൽ പോവാം. ഓക്കെ, ഐഫോണിൽ നമുക്ക് 17 സീരീസ് തന്നെ തുടങ്ങാം. 17 സീരീസ് 17 256 GB നമുക്ക് ജപ്പാൻ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സിം ആണ് വരുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജപ്പാൻ സ്പെക്കും TDRും തമ്മിൽ എന്താണ് വ്യത്യാസം. TDRും ജപ്പാനും തമ്മിൽ വലിയ വേരിയേഷൻ വ്യത്യാസമൊന്നും ഇല്ല. കാരണം TDR മീൻസ് ആപ്പിളിലെ എല്ലാ ഇന്റർനാഷണൽ വാറന്റി ആണ് വരുന്നത്. ആപ്പിളിലെ പ്രൊഡക്ട്സ് എല്ലാം ഇന്റർനാഷണൽ വാറന്റി ആണ്. TDR ആണെന്നുണ്ടെങ്കിൽ ദുബായിൽ രജിസ്റ്റർ ചെയ്തതേ ഉള്ളൂ. അതിലും ഈ സിം ആണ് വരുന്നത്. ജപ്പാൻ വേർഷനിൽ ഈ സിം ആണ് വരുന്നത്. TDR ആണെങ്കിൽ അബൌവ് 3,000 ദിറംസ് വരുന്നുണ്ട്. നമ്മൾ ജപ്പാൻ പ്രൈസ് ഇതിന്റെ റേറ്റ് മാത്രം പറയാം. TDR വേണ്ടുന്ന ആൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെയുള്ള നമ്മൾ കറന്റ് പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. 17 256 GB നമുക്ക് ഇത് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 2,850 ദിറംസ്. 2850 17 256 2850. അതേപോലെ ഇന്റർനാഷണൽ ആപ്പിൾ വേറെയാണ്. ഇന്ത്യൻ വേർഷൻ അല്ലേ ഇത്? HN എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വേർഷൻ ആണ്. ഇത് നമുക്ക് സിം ഇടാൻ പറ്റില്ല. ഇതിൽ സിം ഇടാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 2,900 ദിറംസിന് കൊടുക്കാം. 2,900 സിം ഇടാൻ പറ്റുന്ന ഇന്ത്യന്റെ വേർഷൻ. 150 ദിറംസിന് ഡിഫറൻറ്റ്. നമുക്ക് സിം ഇടാൻ പറ്റുന്നത് ഒന്ന് ഇന്ത്യന്റെ വേർഷനും പിന്നെ ഒന്ന് നമുക്ക് ഹോങ്കോങ്ങിന്റെ വേർഷനും. ഈ രണ്ട് വേർഷനിലാണ് നമുക്ക് ഇപ്പോൾ സിം ഇടാൻ പറ്റുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ സിം ഒക്കെ ആക്റ്റീവ് ആവാത്ത ഒരുപാട് ഫോണുകളുണ്ട്, അല്ല സിം കമ്പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹോങ്കോങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചൈന സ്പെക്കിനെ സംബന്ധിച്ചിടത്തോളം ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് ചെയ്യുന്ന കൺട്രിയാണ്. അവിടെ ഒരുപാട് ട്രാവലേഴ്സ് വരുന്നതുകൊണ്ടാണ് അവർ ഇപ്പോഴും ആ ഒരു മറ്റേ ഫിസിക്കൽ സിം ഒന്നെങ്കിലും വേണമെന്നുള്ള ഒരു ഇതിൽ നിൽക്കും. പെട്ടെന്ന് തന്നെ എല്ലാം ചേഞ്ച് ആയിട്ട് ഇപ്പൊ ഫിസിക്കലിലേക്ക് തന്നെ ഹോങ്കോങ് വേർഷനിൽ 16 സീരീസ് വരെ 2 ഫിസിക്കലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ചേഞ്ച് ആയിട്ട് ഇപ്പോഴത്തെ നിലവിൽ ഒരു ഫിസിക്കൽ ഒരു സിം ആയി അങ്ങനെ മാറി. പിന്നെ അതേപോലെ തന്നെ ഈ സിം ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോണിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 14 നമുക്ക് ഈ സിം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏത് കൺട്രീസിലാണോ നിങ്ങൾ പോകുന്നത് ആ കൺട്രീസിലത്തെ സിം നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റേഞ്ച് കാര്യങ്ങൾ കിട്ടും. അത് വൺ ടൈം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ പ്രാവശ്യം ആക്റ്റീവ് ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് വേണ്ട ടൈം ജസ്റ്റ് മാറ്റിയിട്ട്
ചേഞ്ച് കൊടുത്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഈ സിമ്മുള്ള എല്ലാ ഫോണിനുള്ള ബെനിഫിറ്റ് ആണ്. നേരെ മറിച്ച് ഫിസിക്കൽ സിമ്മിലുള്ള ഫോണിന് അത് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 17 പ്രോയിലേക്ക് പോവാം. 17 പ്രോ പഠിക്കുന്നുണ്ട്. 17 പ്രോ 256GB നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 3850 ദിറംസിന് 17 പ്രോ 256GB കൊടുക്കാം. 3850 ദിറംസിന്. എല്ലാ കളേഴ്സും സെയിം റേറ്റ് ആണ്. ഇന്റർനാഷണൽ വാറന്റി ആണ്. ഇതും ജപ്പാൻ സ്പെക് ആണ്. 2 eSIM ആണ് വരുന്നത്. ഇതിന്റെ തന്നെ 512GB കൊണ്ടുവന്നാക്കി നമുക്ക് കൊടുക്കാം. 512GB കൊണ്ടുവന്നാക്കി നമുക്ക് 4680 ദിറംസ് 4680 17 പ്രോ 512GB കൊടുക്കാം. 512GB. ഓക്കെ, അത് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. ഇതില് എല്ലാ കളേഴ്സിനനുസരിച്ച് മാറ്റം വരുന്നത്. ഇപ്പൊ നിലവിലെ എല്ലാ കളേഴ്സും സെയിം പ്രൈസ് ആണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു. കാരണം നമ്മളിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മാറ്റിയായിരിക്കും. ചിലപ്പോൾ പ്രൈസ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. സെയിം പ്രൈസ് ആണെങ്കിൽ നമ്മൾ സെയിം പ്രൈസിന് തന്നെ വരും. 1TB ആണെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് 5250 ദിറംസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ TDR, അതേപോലെ തന്നെ ഹോങ്കോങ്, അതേപോലെ തന്നെ എല്ലാ സ്പെക്കും അവൈലബിൾ ഉണ്ട്. ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതിന്റെ പ്രൈസ് പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടി ഒരു 150-200 ദിറംസൊക്കെ വേരിയേഷൻ വരും. അപ്പൊ കറക്റ്റ് ആ മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് പ്രോ മാക്സ് സീരീസ് പ്രോ മാക്സിലേക്ക് 17 പ്രോ മാക്സ് 256GB നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ടൈം ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട്. റേറ്റ് ആണ് ഓൾറെഡി മാർക്കറ്റിൽ കമ്പയർ ചെയ്ത് ലാസ്റ്റ് ഇവിടെ വന്ന് എടുത്ത് ഗിഫ്റ്റ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് 17 പ്രോ മാക്സ് 256GB ഇത് നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 4150. ഇതിൽ 512GB കൊണ്ടുവന്നാക്കി നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 5050 ദിറംസ് ആയി കൊടുക്കാം. 5050 ദിറംസിന് 17 പ്രോ മാക്സ് 512GB. അതായത് ഈ റേറ്റിന്റെ പ്രൈസ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജപ്പാന്റെ പ്രൈസ് തന്നെയാണ്. ജപ്പാൻ സ്പെക് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആൻഡ്രോയിഡിന്റെ രാജ പിക്സലിലേക്ക് തന്നെ പോവാം. അതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞല്ലോ പ്രൈസ്. മാക്ബുക്ക് എയർ ഇതിപ്പോ മാക്ബുക്ക് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ മാക്ബുക്ക് മോഡൽസ് ഉണ്ട്. എല്ലാ മോഡൽസ് അവൈലബിൾ ആണ്. M2 M1 M2 ഇപ്പം വരുന്നില്ല. M1 യൂസ്ഡ് കൊണ്ടുവന്നാക്കി നമ്മളെ കയ്യിൽ ഇപ്പൊ നല്ലൊരു പീസ് കണ്ടീഷനിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഒറ്റൊരു പീസേ ഉള്ളൂ. അതല്ലേ ആ ഒരു കളറാണ് വരുന്നത്. ഗോൾഡ് പിങ്ക് കളർ, റോസ് ഗോൾഡ് കളർ. അത് നമുക്ക് ബെസ്റ്റ്. അതായത് M1 8GB 256GB 13 ഇഞ്ച് ആണ് വരുന്നത്. നമുക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷൻ ആണ്. 1450 ദിറംസിന് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. യൂസ്ഡ് നല്ല കണ്ടീഷൻ ആണ്. അത് M1 ഏതാ പറഞ്ഞേ? മാക്ബുക്ക് എയർ M1 13 ഇഞ്ച് 8GB RAM 256GB SSD വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് മാക്ബുക്കിൽ തന്നെ ഇതിപ്പോ എയർ M3 ആണ്. M3 ഇപ്പൊ മാർക്കറ്റിൽ വളരെ ഷോർട്ട് ആണ്. M3 നമുക്ക് ഇത് നമുക്ക് വരുന്നത് 13 ഇഞ്ചിൽ തന്നെ 8GB RAM 512GB SSD വരുന്ന സ്റ്റോക്ക് ആണ്. ഇത് നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 3100 ദിറംസിന് കൊടുക്കാം. 3100 ദിറംസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ M4 M5 കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചോ, അതിന്റെ പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. പ്രൈസ് എല്ലാം വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പോ മാക്ബുക്കിൽ പ്രൈസ് കൂടുന്നുണ്ട്. ഇപ്പോ ഇതിലെ പ്രൈസ് കുറയുന്നു. അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐപാഡ് കാര്യങ്ങൾ വേണമെങ്കിൽ ഐപാഡ് ഉണ്ടാവും. ഐപാഡ് എയർ ഉണ്ടാവും. മാക്ബുക്ക് ന്യൂ ഉണ്ടാവും. നമുക്ക് അബൌട്ട് 3000 ഉണ്ടാവും. മാക്ബുക്ക് ന്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് 2650 മാക്ബുക്ക് ന്യൂ കിട്ടും. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിഗിനർ ലെവലില് അതേപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ പ്രൈസ് അത് വളരെ കുറവാണ്. ഏകദേശം നമ്മള് മാക്ബുക്ക് എയർ M1 സെയിം ഒരു ഡിസൈൻ ആണ്, ഒരു സ്റ്റൈലാണ് വരുന്നത്. പക്ഷെ പ്രൈസ് വേരിയേഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവില് നിങ്ങൾക്ക് മാക്ബുക്ക് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ആപ്പിൾ പറയുന്നത്. അതെ, ഓക്കെ. അടുത്ത നമുക്ക് പിക്സലിലേക്ക് പോകാം. പിക്സൽ നമുക്ക് 7 Pro മുതൽ നമുക്ക് പറയാം. പിക്സൽ 7 Pro കൊണ്ടുവന്നാക്കി നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. പിക്സൽ 7 Pro 128GB 1250 ദിറംസിന് കൊടുക്കാം. 1250 ദിറംസിന് പിക്സൽ 7 Pro കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് പിക്സലിന്റെ 8 Pro കൊണ്ടുവന്നാക്കി പിക്സൽ 8 Pro ഉണ്ടാവും. 8 Pro നമുക്ക് കൊടുക്കാം 1600 ദിറംസിന് കൊടുക്കാം. 1600 ദിറംസ്. അത് 128. ഇപ്പം പറഞ്ഞ രണ്ടും 128 ആണ്. നിലവിൽ 128GB ആണ് സ്റ്റോക്ക് ഉള്ളത്. 256GB കൊണ്ടുവന്നാക്കി ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത്. അടുത്ത നമുക്ക് പിക്സൽ നാനോ പറയാം. പിക്സൽ നാനോ കൊണ്ടുവന്നാക്കി നാനോ ഉണ്ടാവും. അത് നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 1450 ദിറംസിന് പിക്സൽ നാനോ കൊടുക്കാം. അതുപോലെ തന്നെ പിക്സൽ 10 കൊണ്ടുവന്നാക്കി പിക്സൽ 10 അവൈലബിൾ ആണ്. 1750 ദിറംസിന് പിക്സൽ 10 കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഒരുപാട് ആൾക്കാർ പിക്സൽ 10 ചോദിക്കുന്നുണ്ട്. പിക്സൽ 10 അവൈലബിൾ ആണ്. പിക്സൽ 10 256GB നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. പിക്സൽ 10 256GB വേണ്ടുന്നാക്ക്
2300 ദിറംസിന് പിക്സൽ 10 256GB കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ പിക്സൽ 10 Pro 128 കൊണ്ടുവന്നാക്കി 2800 ദിറംസിന് കൊടുക്കാം. ഓക്കെ. ഓക്കെ. പിന്നെ പിക്സൽ 9 Pro 9 Pro കൊണ്ടുവന്നാക്കി 9 Pro ഉണ്ടല്ലോ, 9 Pro കൊണ്ടുവന്നാക്കി 9 Pro അവൈലബിൾ ആണ്. പിക്സൽ 9 Pro നമുക്ക് 128GB കൊണ്ടുവന്നാക്കി 2250 കൊടുക്കാം. 9 Pro XL 256GB കൊണ്ടുവന്നാക്കി 2800 കൊടുക്കാം. അതുപോലെ തന്നെ 9 Pro XL 512GB കൊണ്ടുവന്നാക്കി 3550 ദിറംസിന് കൊടുക്കാം. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് 10 Proന്റെ 128GB നമ്മൾ റേറ്റ് പറഞ്ഞില്ലേ, നമുക്ക് 256GB 10 Pro റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ 3250 ആണ് കൊടുത്തത്. പിക്സൽ 10 Pro മാർക്കറ്റിൽ ഷോർട്ട് ആണ്. ഇപ്പോ അതില് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ജെയ്ഡ് കളറാണ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ്, നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ചിലപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിക്സൽ 10 Pro 256GB നമുക്ക് 3350 ദിറംസിന് കൊടുക്കും. 3350 ദിറംസ് കൂടിയിട്ടുണ്ട്. പിന്നെ പിക്സൽ 10 Pro XL കൊണ്ടുവന്നാക്കി നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം 3250 ദിറംസിന്. 3250, അതായത് 10 Proനേക്കാളും കുറഞ്ഞിട്ട് 10 Pro XL കൊടുക്കാൻ പറ്റും. അത് നേരെ ഉൾട്ടാ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഇത് നേരെ ഉൾട്ടായിരുന്നു, വീണ്ടും ഇങ്ങോട്ടായി. നമ്മൾ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും എന്താ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഇങ്ങനായി. ഇതില് 512 ആണെന്നുണ്ടെങ്കിൽ ഇതില് 512GB കൊണ്ടുവന്നാക്കി നമുക്ക് 3850 ദിറംസ് കൊടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞ 256 പ്രൈസ് അല്ല, ആദ്യം പറഞ്ഞ 256GB റേറ്റ് ആണ്. അതെ. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതാ നമ്മളതിൽ എപ്പം പറയുന്ന പോലെ ആൻഡ്രോയിഡില് ഫോൺസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അതായത് സ്മാർട്ട് വാച്ച് കൊണ്ടുണ്ടെങ്കിൽ സാംസങ്ങിൽ ഉണ്ടാവും, സ്വിസ് മിലിറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാൻഡ്, ഒരുപാട് ആൾക്കാർ ബാൻഡ്, ഈ ട്രാക്ക് ഫിറ്റ് ഇതെല്ലാം ജസ്റ്റ് വിയർ ചെയ്തിട്ട് മറ്റേ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാംസങ്ങിന്റെ വാച്ച് ഉണ്ടാവും, ആപ്പിൾ വാച്ച് ഉണ്ടാവും, എയർപോഡ്സ് ഉണ്ട്. നമ്മള് സാംസങ്ങിന്റെ ബഡ്സ് 3 Pro, ബഡ്സ് 4 Pro അതിന്റെ എല്ലാം പ്രൈസ് കൊണ്ടാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ എല്ലാം റേറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ആപ്പിളിന്റെ തന്നെ എയർപോഡ്സ് ഉണ്ടാവും, എയർപോഡ്സ് 4 ഉണ്ട്, എയർപോഡ്സ് ആൻഡ്സ് ഉണ്ടാവും, എയർപോഡ്സ് Pro 3 ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പിന്നെ വിവോന്റെ X300 പ്രൈസ്, അതേപോലെ തന്നെ ഓപ്പോ F9 ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് വിവോന്റെ X300 Proന്റെ റേറ്റ് ഇപ്പൊ വരുന്നത് X300 Pro വരുന്നത് 4050 ദിറംസും, X300 FE വരുന്നത് 2950, X300 വരുന്നത് 3250 ദിറംസും. ഓക്കെ. അപ്പൊ അതിന്റെ പ്രൈസ് അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന UAE ഉള്ളവർക്കാണ് പറഞ്ഞത്. നാട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് ആ പ്രൈസ് ചിലപ്പോൾ വലിയ സംഭവമായി തോന്നില്ല, ചിലപ്പോൾ അതിനെക്കാട്ടി കുറവ് നാട്ടിൽ കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരുപാട് എൻക്വയറി ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് പോകുന്നുണ്ട്. 5X9 നല്ല എൻക്വയറി ഉണ്ട്, നമ്മൾ പ്രൈസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പോന്റെ അല്ലേ? ഓപ്പോന്റെ. അതെ. ഓക്കെ. അപ്പൊ അതിന്റെ ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. യെസ്. അപ്പൊ അസ്സലാമു അലൈക്കും. അസ്സലാം.